ഹലോ ഗൈസ്, എൻ്റെ കേർലി ഹെയർ റൂട്ടീൻ കിടന്നു കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും കുളമായി. പക്ഷെ അതല്ല നമ്മുടെ പോയിൻ്റ്, അതല്ല. ഞാൻ ഇന്നലെ ഫോറം മോളിൽ പോയിട്ടുണ്ടായിരുന്നു, നമ്മുടെ കൊച്ചിയിലുള്ള കുണനൂരുള്ള. അവിടെ പോയപ്പം അച്ചാർ സെക്ഷൻ എനിക്ക് ഇഷ്ടമുള്ളൊരു സെക്ഷനാണ്. കാരണം സ്പെഷ്യലി ലുലു ഫോറത്തിൻ്റെയൊക്കെ. അപ്പോൾ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസിൽ നിന്ന് തപ്പി കണ്ടുപിടിച്ച ഒരു കിഡ്ലൻ ഓപ്ഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലുണ്ടാക്കുമായിരിക്കാം. എന്നാലും ഇതൊന്ന് പറ്റുമെങ്കിൽ ചുമ്മാ വാങ്ങിച്ചോ. ബിക്കോസ് റിയലി യമ്മി. അത് ഷോ ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കണമെന്ന് കാണിച്ചു തരാം. പക്ഷേ ഫസ്റ്റ് ചുമ്മാ കാണിച്ചു തരാവേ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത്രയും അച്ചാർസ് ആണ് ഞാൻ വാങ്ങിച്ചത്. ബിക്കോസ് എനിക്ക് ഇഷ്ടമാണ്. ഇതിനകത്ത് ഈവനാണ് ഹീറോ. ഓക്കെ, എനിക്കിഷ്ടപ്പെട്ടത് ഏറ്റവും കൂടുതൽ അരിനെല്ലിക്ക, കാന്താരി, യെല്ലോ പിക്കിൾ. ഓക്കെ, കണ്ട ഡേറ്റ് കണ്ട, ഇന്നലെ വാങ്ങിച്ചതാണ്. ആൻഡ് എത്ര ഗ്രാം ഉണ്ടത്? 136 ഗ്രാമിന് 48 റുപ്പീസ്. അതിൻ്റെ അത് എക്സ്പെൻസീവ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതല്ല പോയിന്റ്. സാധനത്തിൻ്റെ ടേസ്റ്റ്, ഓ മൈ ഗോഡ്. ഇത് ഞാൻ ഉരുട്ടി കഴിക്കണ കാണിച്ചു തരാം. പക്ഷെ എന്നാലും വിഷയം ടേസ്റ്റാണ് ഗൈസ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വെച്ചെൻ്റെ നെയ്മീൻ കറി, കോട്ടയം സ്റ്റൈൽ നെയ്മീൻ കറിയും കൂടെ കുറച്ച് സ്വയം പൊന്തി കാണിക്കണമല്ലോ. അതും കൂടെ വേണ്ടിയിട്ട് ഇതും ആ അരിനെല്ലിക്കയും ചോറും ഇനി കഴിക്കണതിലേക്ക് പോകട്ടോ. സോ ഇതാ നല്ല നെയ്മീൻ്റെ പീസ് എടുക്കുക, ചോറിലേക്ക് വെക്കുക. കുറേയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ, ബിക്കോസ് എനിക്ക് ആ വീഡിയോ ഒന്നും എടുത്ത് കഴിഞ്ഞിട്ട് മര്യാദയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചാറ് കുറച്ച് വയ്ക്കുക, എന്ത് കറിയാണെങ്കിലും. ഇനിയിപ്പോൾ കറി ഇല്ലെങ്കിലും ഈ സാധനം ഭയങ്കര ടേസ്റ്റ് ആട്ടോ. എന്നിട്ട് നമ്മുടെ സ്റ്റാർ അരിനെല്ലിക്ക, ഓ മൈ ഗോഡ്, എടുക്കാൻ തന്നെ എനിക്ക് ഭയങ്കര കൊതിയാണ്. വെയിറ്റ്, ഒറ്റ കയ്യിൽ ക്യാമറ വെച്ചെടുക്കണോണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതിങ്ങനെ ഇടുക. എന്നിട്ടിതാ നല്ല ചൂടുണ്ട്, അതും ഇതും കൂടെ ഇങ്ങനെ ഉരുട്ടി ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കഴിച്ചു നോക്കുക. ഒരു രക്ഷയില്ല. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല. ബിക്കോസ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം, സ്പെഷ്യലി ഫുഡായതുകൊണ്ട് ഞാൻ കഴിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്തെന്നുള്ളൂ. കാന്താരിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല എരിവുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര രുചിയുണ്ട്. എനിക്കിതില്ലാതെ, കറിയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇത് മാത്രം എടുത്ത് കഴിച്ചാലും ഭയങ്കര രുചിയാണ്. മേ ബി ഹാവ് ഇറ്റ് വിത്ത് സം തൈര് ഓർ ഇങ്ങനെ തന്നെ ഞാൻ സം പപ്പടം. മൈ ഗോഡ്, കിലോ ടേസ്റ്റാണ്. സോ ഉണ്ടോ, ഇങ്ങനെ എടുക്കുക, ചെറിയൊരു പീസ് മീനും വയ്ക്കാം. ഇറ്റ്സ് ജസ്റ്റ് കില്ലർ ഗൈസ്. ഞാൻ നല്ല കോട്ടയം സ്റ്റൈലിലാണ് വെച്ചത്, അതുകൊണ്ട് തന്നെ നല്ല എരിവ് കറിക്കുമുണ്ട്. ഇതിനകത്താണെങ്കിലും കാന്താരിയൊക്കെ ഉണ്ട്. അപ്പം ടോട്ടലി എരിവ് ഇഷ്ടപ്പെടുന്നവർക്കായിരിക്കട്ടെ ഇത് കൂടുതൽ ഇഷ്ടപ്പെടുക. ആൻഡ് ഇറ്റ്സ് ദ എരിവെസ്റ്റ് ടേസ്റ്റ്. പക്ഷേ അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ കഴിച്ചു നോക്കുക, അടിപൊളിയാണ്. ബൈ.